പറഞ്ഞോളൂ പറഞ്ഞു. ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്ത പടം അത് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് നടത്തിക്കുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് റിവ്യൂസ് ഉണ്ട്. അപ്പൊ അവരോടൊക്കെ നെഗറ്റീവ് ഞാനിത് പറയുന്നില്ല. ഇത് പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളായിട്ട് എടുത്തോട്ടെ. ഇത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല ആ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് പ്രയോഗിക്കാനാണ് ഇഷ്ടം. ഇപ്പൊ അശ്വന്ത് കൊക്ക ആയിക്കോട്ടെ, ഉണ്ണി വ്ളോഗ്സ് ആയിക്കോട്ടെ, അലിൻ ജോസ് പെരേര ആയിക്കോട്ടെ, ആറാട്ടണ്ണൻ ആയിക്കോട്ടെ, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇവർക്ക് എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ടെന്നേ. അതല്ല 1947 ഓഗസ്റ്റ് 5 നമുക്ക് കിട്ടിയത്. അവർ പറഞ്ഞോട്ടെ, അത് ഡീഗ്രേഡിംഗ് ആയിട്ട് ഞാൻ എടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഡിഗ്രി അത് പേഴ്സണലായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കാം. പക്ഷെ ഞാനത് എടുക്കുന്നില്ല. ഇപ്പൊ എന്റെ ക്യാരക്ടറിനെ വിമർശിച്ചാലും വേറെ ഏത് ക്യാരക്ടറിനെ വിമർശിച്ചാലും അത് ആരോഗ്യപരമായിട്ട് മാത്രം എടുക്കണം. കാരണം ഓക്കെ, അത് ഏതൊരു പടമായിക്കട്ടെ. ഇപ്പൊ പ്രേമം എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് മലയാള സിനിമയിൽ വരുന്നത്. അതും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. കണ്ണു സ്ക്വാഡ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, മഞ്ഞുമൽ ബോയ്സ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, ആടുജീവിതം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, ആവേശം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, എല്ലാത്തിനും ഉണ്ട്. ഇത് ഭൂരിപക്ഷം ആർക്കാണെന്നുള്ളത് മാത്രമാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഭൂരിപക്ഷം ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും നിറഞ്ഞ സദസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്.